ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മാപ്പിള രുചി. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓതന്റിക് കേരള സ്റ്റൈൽ തേങ്ങ അരച്ച മീൻകറിയാണ്. ആദ്യം ഒരു ചട്ടി എടുക്കാം. അതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്യാം. ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് 5 ചെറിയുള്ളി, ഒരു പീസ് ഇഞ്ചി, 6 അല്ലി വെള്ളുള്ളി, ഇതൊക്കെ നല്ലോണം ഇടിച്ചിട്ട് ആഡ് ചെയ്യാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ഒനിയൻ സ്ലൈസ് ചെയ്തതും 2 ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയിൽ ഒരു ടൊമാറ്റോ, 1 സ്പൂൺ സാൾട്ട്, 2 സ്പൂൺ മുളകും പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, ഇതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കുക. ഇപ്പോഴത്തേക്ക് നമ്മളെ ഉള്ളിയൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ടാവും. അതിലേക്ക് ഇനി ഈ അരച്ച മിക്സും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്കൊരു പീസ് കൊടംപുളി ഒരു ചെറിയൊരു പീസ് മതി, അതും കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് ഇത് നല്ല തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഈ തിളയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്കൊരു തേങ്ങ അരയ്ക്കാം. അതിന് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടും അതുപോലെ കുറച്ച് വെള്ളം നല്ല സ്മൂത്തായി പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. കറി നല്ല ബോയിലായി വന്നാൽ അതിലേക്ക് മീൻ ആഡ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ്സ് നല്ലോണം ബോയിൽ ചെയ്യാൻ വെക്കുക. നല്ല ബോയിലായി ഏകദേശം മീൻ വെന്തെന്ന് കണ്ടാൽ നമ്മൾ ഈ തേങ്ങ അരച്ചതും കൂടി കറിയിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതൊന്ന് വറവിടാം. അതിനൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. മൂത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ഈ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മൾ സൂപ്പർ ടേസ്റ്റി തേങ്ങ അരച്ച മീൻകറി റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. ഈ കറി അത്യാവശ്യം കുറുകിയ പോലെ തന്നെയാണ്, വെള്ളം പോലെയല്ല. ഇത് നമ്മൾ തക്കാളി അരച്ചൊഴിക്കുന്നത് കൊണ്ട് ഇത് ശരിക്കും ഒരു കുറുകിയൊരു കറി പോലെ ആയിരിക്കും. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.